നീ അറിഞ്ഞോ കാര്യം? പെട്ടെന്ന് തീരുമാനിച്ചതാ, അല്ലെങ്കിൽ നിന്നെ വിളിക്കായിരുന്നു. നീ പിണങ്ങിയിരിക്ക? നിന്റെ പിണക്കം മാറ്റാൻ എന്റെ ഒരു സൂത്രം ഉണ്ടല്ലോ. തുടരുത്. ഓ, ചൂട് കളരി പെണ്ണെ. നിങ്ങളോടാ പറഞ്ഞു തുടരുതെന്ന്. എറിവില്ലാത്ത നായ. നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്, ചീത്തയാണ്. നിങ്ങൾ എനിക്കിനി കാണണ്ട. ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുത്. അവളെയും കൊണ്ട് പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജാവിൻ പാർവൈ റാണിൻ പക്കം തന്തേടുതേ സ്വർഗം പൊന്മാലൈ മയക്കം പൊന്മാലൈ മയക്കം. രാജാവിൻ പാർവൈ റാണിൻ പക്കം തന്തേടുതേ സ്വർഗം പൊന്മാലൈ മയക്കം. രാജാവിൻ ഈ കാട്ടില് പീലിപ്പോസ് മുതലാളിയുടെ സമ്മാന. ഇത് ഇവിടെ ഇടുന്നോ അതോ അവിടെ ഇടുന്നോ? ഇഷ്ടമുള്ളടത്ത്. എന്നാ ഇവിടെ കിടക്കട്ടെ. ആ പിടി. എന്താടാ വാറുണ്ണി, മണിയറക്കട്ടിലാണോ? ആ, നീ ഒരു കാര്യം പറഞ്ഞോ? നമ്മുടെ കുഞ്ഞച്ഛന് പേ ഇളകി. എന്ന്? ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. ഞാനും വരുന്നു. എന്റെ മോനാരുമില്ല. അന്വേട്ടാ, അന്വേട്ടാ, എന്നെ ആശുപത്രി കൊണ്ടു. അച്ചോ, എന്നെ രക്ഷിക്കച്ചോ. ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോ. കൊണ്ടുപോയിട്ട് ഫലമില്ല. പേ ഇളകിയാ പിന്നെ മരണം ഉറപ്പാ. എന്നാലും അവന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. ഇതവന്റെ നഖം കൊണ്ടാ മതി, അപ്പ പകരും. ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു മിനിറ്റ് ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത്. എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും. എന്റെ മോൻ അപ്പനില്ലാതാവും. എന്നെ രക്ഷിക്ക്. ബത്തേരിയിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്. അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും. മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും. പക്ഷേ അവിടം വരെ എങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെടുവോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി, പക്ഷെ ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാ. കൊച്ചുമനാളി വണ്ടി ഇറക്ക്. നീ വെറുതെ സാഹസം ഒന്നും കാട്ടണ്ട. മനുഷ്യനല്ലേ അച്ചോ, പകരനെ അങ്ങോട്ട് പകരട്ടെ. അർണി, മാപ്പ്, മാപ്പ്. സൂക്ഷിക്കണം. ഇതാ കെട്ടിക്കോ. എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കടിക്കാതെ നോക്കണേ.
ഒരു തോർത്തോണ്ടാ എത്താറായില്ലേ? ഇനി 30 കിലോമീറ്ററോട് കാണും. പേടിക്കണ്ട, ഒന്നും വരൂല്ല. നിർത്ത്. എന്തേ? തിരിച്ചു പോവാ. കുഞ്ഞച്ച, ഒക്കെ വെറുതെ ആയല്ലോ. ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളേത് എന്റെ ശിക്ഷയാ. അടുത്ത് ചിലപ്പോ ഞാനാവും. ഒരു കാര്യത്തിൽ കുഞ്ഞച്ചനെ ആശ്വസിക്കുന്നുണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നപ്പോൾ നീ എങ്കിലും ഉണ്ടായല്ലോ. അല്ല, മണിയറക്കെട്ടില് കിനാക്കാണ്. എന്താണ് ഒരാലോചന? നമ്മുടെ കുഞ്ഞച്ചൻ നമ്മളെ മുകളിലൊരാളുണ്ട് മോനെ, മൂപ്പരെ മറന്ന് കളിക്കരുത്. അല്ല, നാളെ കല്യാണമായിട്ട് എനിക്ക് തോക്കും പിടിച്ച് അതിന്റെ അകത്ത് കുത്തിരിക്ക. ഇങ്ങോട്ട് ഇറങ്ങി പാടോ. ഇന്ന് പുലി ഒന്ന് അതിന് തോന്നിയോളം ചെയ്യട്ടെ. കല്യാണം നാളെയല്ലേ, അതങ്ങ് നടക്കും. പുലിയെ തോന്നിയോണം വിട്ടാ ശരിയാവൂല. അന്റെ ഒരു കാര്യം. എന്നാ ഞമ്മള് പോട്ടെ. അന്നമ്മന്റെ പെരയില് ഒന്ന് തല കാണിക്കണം കേട്ടാ. ആ ഇവിടെ ഒന്നുകൂടെ കെട്ടിയത്. പന്ത്രണ്ട് മണിയൊക്കെ കണ്ട് തീരാറായി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ. കോയായത് എവിടെ ആയിരുന്നു? ഞമ്മള് പിയാപ്പളിന്റെ അടുത്തേനി. ആ. ഓപ്പളും തോക്കും പിടിച്ച ഏറുമാറത്തിനുള്ള കുത്തിരിക്കുക. വരട്ടെ. ആ ശരി ശരി ശരി. തീർച്ചയായും. ഞാൻ വീട്ടിലേക്ക് പോവാം. ആ കൊണ്ടേക്കോളൂ കൊണ്ടേക്കോളി. ഞങ്ങൾ പോട്ടെ. അകത്ത് വാ. വേണ്ട, നിനക്ക് സന്തോഷായില്ലേ? നീ സന്തോഷിക്ക്. നിന്റെ അനിയന്റെ ആത്മാവ് നിന്നെ ശപിക്കുന്നുണ്ടാവും. അവന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു എന്റെ വിവാഹം. അവൻ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. ശരിയായിരിക്കും. അവനെ കൊക്കയിൽ തള്ളിയിട്ട് കൊന്ന ആള് തന്നെ പെങ്ങളുടെ ഭർത്താവുന്നത് കണ്ട് അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടാവും. നീ എന്താ പറഞ്ഞത്? തോമസ് കുട്ടി കൊന്നത് അയാളാ. ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ.
എന്റെ അമ്മയാണ് സത്യം. കർത്താവേ, നിന്റെ കാര്യം കടുപ്പം തന്നെ. ഇനി ആദ്യ രാത്രി ഏറുമാടത്തിന്റെ മുകളിലാക്കോ? പുലിയുടെ കഥ കഴിഞ്ഞിട്ട് മതിയച്ചോ ആദ്യ രാത്രിയൊക്കെ. പെണ്ണ് കെട്ടാൻ സമയത്തിന് കിട്ടുവോ? വേഗം പോയി കുളിച്ച് പുതിയ കുപ്പായൊക്കെ ഇട്ട് വാടാ. എന്താ എന്നമ്മ നീ ഇപ്പോ? എനിക്ക് കല്യാണം വേണ്ടച്ചോ. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടിയ എന്റെ തോമസ് കുട്ടിയുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരില്ല. എന്ത് മണ്ടത്തരാ നീ പറയണേ? എന്റെ തോമസ് കുട്ടിയെ കൊന്നത് ഇയാളാണ്, ഈ ദുഷ്ടൻ. ആരാ പറഞ്ഞേ ഈ നുണ? ഞങ്ങളും അത് തന്നെ ചോദിച്ചോ. നുണയാണെങ്കി പറ, ഈ കുരിശ് സാക്ഷി നിർത്തി പറ, നിങ്ങളല്ലേ എന്റെ തോമസ് കുട്ടിയെ കൊന്നത്? പറ. ശരിയാ, ഞാനാ തോമസ് കുട്ടിയെ കൊന്നത്. പോലീസ് പറഞ്ഞു മറന്നു വിളിച്ചോടി പോവില്ല. എന്താ എന്താണ് ഈശ്വര, അതിന് പേരിളകിയെന്നാ തോന്നണം. ബാറുണ്ണി അതിന്റെ അടുത്തേക്ക് അടിക്കുന്നത് അത് കടിച്ചു. വരുണ്ണി മാറ്, അടുക്കണ്ട. കാലിലെടുത്ത് എറിയണ തീരാൻ തളിയ പിന്നെ പത്തിരി വെച്ച് പോയി കടിച്ച പട്ടികളെ പേനായെ കൊല്ലണ്ടോ? അതിങ്ങനെ തല്ലി ചേർത്താ കൊല്ല. നീ നിന്നെ ഒറ്റപ്പെടുത്തി അല്ലേ? ഒരിക്കൽ പ്രാന്തനായി കണ്ടവരെയും കടിച്ച് എന്റെ മോൻ അലഞ്ഞു നടക്കണ്ട. ഞാൻ ഒറ്റക്കായി പോയല്ലോ. ഇതാണ് നീ എന്നെ തടുത്തത് അല്ലേ?
നിന്റെ ശത്രു. എന്റെ പൊന്നു മോനാണ് മിടുക്കൻ. അങ്ങനെ അച്ഛന്റെ മാത്രമാക്കണ്ട, പാറുണ്ണി നാട്ടുകാരുടെ മുഴുവനുവാ. എന്റെ പുന്നാര കട്ടേ. നീ അത് ചെയ്തു അല്ലേ? നന്നായി അച്ചോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അന്നമ്മേ, അറിഞ്ഞോണ്ട് ചെയ്തതല്ല, മാപ്പ്. പോട്ടെ, ഇതിന്റെ ഇനിയും കാണാം. നീ ധൈര്യമായിട്ട് പോ. കൂടിപ്പോയ 4-5 വർഷം. ജീവനോട് കൈയും കാലും കെട്ടി നിനക്ക് തരാൻ പറ്റിയില്ല, എങ്കിലും സന്തോഷായില്ലേ? ഞാൻ അന്നക്കുട്ടി ചേച്ചിയോട് പറഞ്ഞത്. നന്നായി. അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞിട്ടാണ് അറിയണമെങ്കിലോ? ഇപ്പൊ ഉള്ളിൽ ഒരു കരയുമില്ല. അച്ചോ, മറക്കൂല. മരിക്കുമ്പോഴും മറിഞ്ഞു ഓർക്കും. ശിക്ഷ കഴിഞ്ഞ വേറെങ്ങും പോകരുത്. കടവ് നീന്തി വരണതും നോക്കി ഞാനിവിടെ കാത്തിരിക്കും. വാക്കുതാ.